ഹമാസ് ഭീകര സംഘടനകളുടെ നേതാക്കൾക്കെതിരെ അമേരിക്ക തീവ്രവാദ കുറ്റങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചുമത്തിയിരിക്കുകയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പാണ് ഈ തീരുമാനത്തിലേക്ക് കടന്നത്. നേരത്തെ സൂചനകൾ മാത്രമായിരുന്നു ഉണ്ടായത്, പക്ഷേ ഇപ്പോൾ കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കുന്നു. ഈ വർഷം ഫെബ്രുവരി 1-ാം തീയതി ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയുടെ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ടെഹ്റാനിൽ ഹമാസിന്റെ തലവനായിട്ടുള്ള യഹ്യ സിൻവർ, കൊല്ലപ്പെട്ട നേതാവായ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെയാണ് ചാർജ് ഷീറ്റിൽ ഗുരുതരമായ കുറ്റം ചുമത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, ഡ്രോൺ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ഇസ്മായിൽ ഹനിയ, ഗാസയിലെ വിവിധ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന മുഹമ്മദ് ദെയ്സ്, മർവാൻ ഈസ എന്നിവർക്ക് പുറമെ ഹമാസിന്റെ നേതൃത്വം ഇപ്പോഴും കൈയാളുന്ന യഹ്യ സിൻവർ, ഖാലിദ് മിഷൽ, ലബനനിലെ നേതാവ് അലി ബറക്ക എന്നിവർക്കെതിരെയാണ് ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയതിന്റെ പേരിലുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതിൽ 3 പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള 3 പേരും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതാകുമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലയായി നോക്കിക്കാണുന്നതാണ് യഹ്യ സിൻവർ. ഇപ്പോഴും ഹമാസ് എന്ന ഭീകര സംഘടനയെ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമില്ല. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇവർക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ രീതി അനുസരിച്ച് നിമിഷ നേരം കൊണ്ട് ഞൊടിയുടയിൽ തന്നെ ഇത് പൂർത്തീകരിക്കുന്ന ദൗത്യമാണ് അവരുടെ പക്കലുള്ളത്. CIA അടക്കം അവരുടെ പ്രധാനപ്പെട്ട കമാൻഡോ ഏജൻസികൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാനായി പോകുന്നുവെന്ന സൂചനയും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. IDF-നും അതുപോലെ മൊസാദിനും കൃത്യമായ സഹായവും ആയുധ സഹകരണവും അവർ നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പുതിയ വെടിനിർത്തൽ ചർച്ചകൾക്ക് അവസാനവട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ തന്നെ മധ്യസ്ഥ നീക്കങ്ങളെ സംശയത്തിന്റെ മുനയിലാക്കുന്ന പുതിയ ഒരു ദൗത്യം ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇനി അമേരിക്ക മധ്യസ്ഥതയുടെ വക്കിലല്ല, പകരം തിരിച്ചടിയുടെ നീക്കത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ കുറ്റം ചുമത്തിയെങ്കിലും ഹനിയെ ജീവനോടെ പിടിക്കണമെന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെയും ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ വൈകിപ്പിച്ചതായി റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹനിയ കൊല്ലപ്പെട്ടതോടെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അവർ തയ്യാറാവുകയായിരുന്നു. ഇതോടൊപ്പം ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കൂടി രംഗത്ത് വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു, ഏറെക്കുറെ വ്യക്തത വന്നിരിക്കുന്നു. ഹമാസ് ബന്ദിയാക്കിയ അമേരിക്കൻ പൗരൻ ഹെർഷ് ഗോൾഡ്ബർഗ് പോളിന്റെ മൃതദേഹം റഫയിലെ ടണലിൽ കണ്ടെത്തി. അതിന് തൊട്ടു പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി കമലാ ഹാരിസ് ഹമാസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അവരെ ഭീകര സംഘടനയെന്ന് പറയാൻ ഒരു വിമുഖതയും കമലാ ഹാരിസ് കാട്ടിയില്ല. ഹമാസ് തുടരുന്ന ക്രൂരതയെ അങ്ങേയറ്റം കടുത്ത ഭാഷയിലാണ് താൻ അപലപിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടിയത്. ലോകം മുഴുവൻ ഹമാസിന്റെ നടപടിയിൽ അപലപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 1200-ലധികം പേരെ കൂട്ടക്കൊല ചെയ്തതിലൂടെയും ആളുകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതിലൂടെയും ബന്ദികളാക്കിയതിലൂടെയും ഹമാസിന്റെ ക്രൂരത വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇസ്രയേൽ ജനതയ്ക്കും ഇസ്രയേലിലെ അമേരിക്കൻ പൗരന്മാർക്കും ഹമാസ് ഉയർത്തുന്ന ഭീഷണി അത് ഉന്മൂലനം ചെയ്യണം, അതിനെ ഇല്ലാതാക്കുക വേണം. ഗാസയെ നിയന്ത്രണത്തിലാക്കാൻ ഹമാസിന് കഴിയരുത് ഒരു കാലത്തും. പലസ്തീൻ ജനതയും ഹമാസിന് കീഴിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കമലാ ഹാരിസ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് അമേരിക്ക ആരോപിച്ചത്. ഹമാസിനെതിരായ നടപടികൾ അവസാനിക്കില്ലെന്നും അവർക്കെതിരായ നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നുമാണ് അമേരിക്കൻ അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡിന്റെ പ്രസ്താവനയിലൂടെ പറയുന്നത്.